ഇനി എന്നു കാണും ഞാൻ ഇതു നേരമേ ഇരവങ്ങു നീളും നിതാ. ഇവിടെയാണ് ഭാഗവതർ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ ഈ സൈഡിലോട്ട് കൊടുക്കും. മ്യൂസിക് സീൻ എന്തെങ്കിലും അപ്പം ഈ ഓണക്കാലം അടിപൊളിയാവട്ടെ. കുഴപ്പമൊന്നുമില്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. നമസ്കാരം. നവ മലയാള സിനിമയ്ക്ക് ഒരു സക്സസ് ഫോർമുല ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്കൊപ്പമാണ് ഇന്ന് നമ്മുടെ ഓണാഘോഷം. മറ്റാരുമല്ല, ജേക്സേട്ടാ. ഹലോ, ഹായ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തുണ്ട് വിശേഷം? വിശേഷം ലോകയാണ് വിശേഷം. ലോകയാണ് വിശേഷം. സോ ഹാപ്പി. അടിപൊളിയായിട്ടുള്ള റെസ്പോൺസ് ആണ്. അപ്പം റിലീസ് കഴിഞ്ഞ ഉടനെ ഞാൻ എന്റെ വീട്ടിലോട്ട് എത്തി. തറവാട്ട് വീട്ടില്. ഓക്കെ, അപ്പൊ ഓണം ഇവിടെയാണ് ഓണം. ഓക്കെ, 2025 എനിക്ക് തോന്നുന്നു ഐഡന്റിറ്റിയിൽ ആണ് മലയാള സിനിമ തുടങ്ങുന്നത് തന്നെ. അതിൽ കൂടെയാണ് ജേക്സേട്ടനും ഐഡന്റിറ്റിയിലൂടെ 2025 വന്നു. ഒരു ഗംഭീര വർഷമായിട്ട് തോന്നില്ലേ? അയ്യോ, ബ്ലെസ്ഡ് ഇയർ. എല്ലാവർക്കും, എന്റെ സ്റ്റുഡിയോയിലുള്ളവർക്കും കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇങ്ങനെ ഒരു വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഹിറ്റാവും, ഒന്ന് മിസ്സാവും, ഒന്ന് ഹിറ്റാവും. അപ്പൊ അങ്ങനെ പോവായിരുന്നു. ഈ വർഷം ഞാനൊന്നും കരുതിക്കൂട്ടി ചെയ്തതല്ല. കറക്റ്റ് ആയിട്ട് നല്ല പ്രോജക്ട്സ് വന്നു. ഓഫീസർ, നരിവേട്ട, തുടരും, ലോക. ഇതിനകത്ത് വേറെ സ്പെസിഫിക് ആയിട്ട് ഞാൻ എന്റെ ഫോമുല മാറ്റി അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. സ്ഥിരം വർക്ക് ചെയ്യുന്ന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് സംഭവം നല്ല പ്രോജക്ട്സ് കയ്യിൽ വരുമ്പോണ്ടല്ലോ, വി ആർ ഏബിൾ ടു ഡെലിവർ ബെറ്റർ. അതാണ് അതിന്റെ സംഭവം. അപ്പം ഓണമായിട്ട് നല്ല വിശേഷം, വീട്ടിലെത്തി നല്ല അന്തരീക്ഷവും ഒക്കെയാണ്. ഇതാണ് എന്റെ ഗോ ടു പ്ലേസ്. എവിടെ പോലും തിരികെ നമുക്ക് ഇവിടേക്ക് വരണം അല്ലേ? എല്ലാ സന്തോഷമൊക്കെ. അപ്പം ഇനിയിപ്പോ ഈ ലോക കഴിഞ്ഞു, ഇനിയിപ്പോ മറ്റ് പ്രൊജക്ടുകളൊക്കെ വന്നു. ഫോട്ടോ ട്രെൻഡിങ്. വിലായത്ത് ബുദ്ധ ടീസർ ഉടനെ ഉണ്ടാവും. അതും നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ജേക്സൺ എങ്ങനെയാണ് മ്യൂസിക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത്? എങ്ങനെയാണ്? ആ കാണുന്ന ആ റൂമിൽ നിന്നാണ് എന്റെ പാട്ട് പഠിത്തമൊക്കെ തുടങ്ങുന്നത്. ഇവിടെയാണ് ഭാഗവതർ പഠിപ്പിക്കാൻ വരുന്നതും. അപ്പൊ ഞാൻ ഈ സൈഡിലോട്ട് കൊടുക്കും. അപ്പം അതാണ് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റൂം. അത് തളം എന്നാ ഞങ്ങൾ പറയുന്നത്. അപ്പൊ തളത്തിലിരുന്നാണ് എന്നെ പഠിപ്പിക്കുന്നത്, പാട്ട് പഠിപ്പിക്കുന്നത്. രാഘവ മേനോൻ സാറും പിന്നെ തീക്കോ രാധാകൃഷ്ണൻ സാർ രണ്ടുപേരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. പാട്ടിലോട്ടുള്ള വഴി എന്ന് പറയുന്നത് എന്റെ അമ്മ പാടുമായിരുന്നു. പിന്നെ പള്ളിയിൽ കൊയറിലൊക്കെ ഞാൻ ഇവിടുത്തെ അല്ല, ആക്ച്വലി ഞാൻ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. പക്ഷെ പള്ളി പാട്ടുകളിലൊക്കെ പാടുകയും പിന്നെ കൂടുതലും ഈ പാടുന്നതുകൊണ്ട് എന്റെ ഇൻട്രസ്റ്റ് അറിഞ്ഞിട്ട് തൊട്ടടുത്തൊരു ലയൺസ് ക്ലബ് ഉണ്ട്. അപ്പൊ അത് അവിടുത്തെ മെമ്പറാണ്. ഇപ്പൊ വൈകുന്നേരങ്ങളിലും പിന്നെ ഇവിടുത്തെ കുടുംബയോഗങ്ങളിലൊക്കെ എന്റെ സോങ്സ് അത് ഞാൻ പെർഫോം ചെയ്യുന്നത്. അതൊരു മടിയില്ല. അന്നത്തെ റഹ്മാൻ സാറിന്റെ സോങ്സ് ഒക്കെ പെർഫോം ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൊ ഫോർമലായിട്ട് എന്റെ ഫാദറിന്റെ ഒരു കസിൻ, ഫാദറിന്റെ ആക്ച്വലി നെവ്യൂ ഉണ്ണിച്ചേട്ടൻ എന്ന് പറയും. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഭയങ്കര കമ്പനിയാണ്. അവര് ഈ തളത്തിരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു, ഇവനെ ഫോർമലായിട്ട് പഠിപ്പിക്കണം, ഇങ്ങനെ വിട്ടാ പോരാ. അങ്ങനെയാണ് അപ്പ ഫോർമലായിട്ട് ഒരു ഭാഗവതരെ കൊണ്ടുവരുന്നു. ഞാൻ പാട്ട് അഭ്യസിച്ചു തുടങ്ങി. അത് എനിക്ക് തോന്നുന്നൊരു 5 വയസ്സ് 6 വയസ്സ് അത്രേ ഉള്ളൂ. ഫാമിലി എല്ലാവരും പാടുമല്ലേ? അപ്പയ്ക്ക് പാട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. നല്ലപോലെ പാട്ട് കേൾക്കുകയും ഈ സെറ്റുകൾ ഈ കൂടുതലും ഈ എക്യുപ്മെന്റൽ ഇഷ്ടങ്ങളുണ്ട്. അമ്മ കുറച്ച് പാടും, അമ്മയുടെ വീട്ടുകാരും പാട്ട് ടേസ്റ്റ് ഉണ്ട്. പഠിച്ചിട്ടൊന്നുമില്ല ഫോമിലായിട്ട്. പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അമ്മയുടെ ഫാദർ, എന്റെ അപ്പച്ചൻ, അവിടെ ലഞ്ച് ടൈമിൽ ആലപ്പുഴയിൽ ഞങ്ങൾക്ക് എപ്പോഴും അവിടുത്തെ ടേപ്പ് റെക്കോർഡർ ഓൺ ആയിരിക്കും. ആകാശവാണി ഫുൾ ടൈം ഓൺ ആണ് ലഞ്ച് ടൈം. സോ അവരുടെ ആ കോൺസ്റ്റന്റ് ന്യൂസും ഇപ്പോഴും ആക്ച്വലി ജയ്ശങ്കർ എന്ന് പറഞ്ഞ എന്റെ അമ്മയുടെ ബ്രദർ അത് ഇപ്പോഴും കേൾക്കും. ഹി ലിസൺസ് ടു ദോസ്. അപ്പം സോങ് കുടുംബ പേരാ? എന്റെ കുടുംബ പേര് അല്ല, എന്റെ കുടുംബ പേര് വെള്ളുക്കുന്നേൽ നിന്നാണ്. എന്റെ അമ്മ വീട് ആലപ്പുഴയിലാണ്. അപ്പൊ ആലപ്പുഴയിലുള്ള എന്റെ അമ്മയുടെ ബ്രദറും പാട്ടൊക്കെ കേൾക്കും ഇപ്പോഴും. ഈ ഞാൻ പറഞ്ഞില്ലേ, ആകാശവാണിയൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ സോ പാട്ട് അന്തരീക്ഷം ഫുള്ളായിട്ട് വീട്ടിലുണ്ടായിരുന്നു. ഫാദറിന് ഭയങ്കര സിനിമ ആൻഡ് പാട്ട്. ഒരു പടം വിടുകയായിരുന്നു അപ്പൊ ആ സമയത്ത്. ഞാൻ ഓർക്കുന്നുണ്ട്, മഹാറാണി, പാല മഹാറാണിയില് ഒറ്റ സിനിമ എടുത്തില്ല. ഏത് പടം ഉണ്ടെന്നാലും ഞങ്ങൾ ഫ്രൈഡേ അവിടെ പോയി പടം കാണും. അതുപോലെ അത് അങ്ങനെയാണ്. അനിത്യപ്രാവും പിന്നെ നമ്മുടെ നരസിംഹമൊക്കെ എത്ര വർഷം കണ്ടത് എനിക്ക് അറിയത്തില്ല. കിലുക്കം, സുന്ദർ കില്ലാടി, ഇങ്ങനെ കുറെ സിനിമകള്. അപ്പം അങ്ങനെ സിനിമ ആക്ച്വലി ഞങ്ങളുടെ ഒരു കർഷക കുടുംബമാണെങ്കിലും അപ്പായിക്ക് എന്തോ അതിനോടൊരു അഫിനിറ്റി വന്നു. അങ്ങനെയാണ് എനിക്കും ഒരു ടേസ്റ്റ് വരുന്നത്. ഓക്കെ, എ.ആർ. റഹ്മാന്റെ പാട്ട് ആദ്യം വരുമ്പോൾ ആ സെറ്റിലിട്ട് കേൾപ്പിക്കും, അതിന്റെ പഞ്ച് അസസ് ചെയ്യും. ഈ പടത്തിലാണോ മറ്റു പടത്തിലാണോ പഞ്ച് കൂടുന്നതെന്ന് നോക്കുക. അങ്ങനെ സോ ഒരു പാട്ടന്തരീക്ഷം ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ സ്കൂൾ ജീവിതത്തിനായിട്ട് ഞാൻ ഏർക്കാട് ബോർഡിംഗ് സ്കൂളിലോട്ട് പോകുന്നത്. അവിടെയാണ് ശരിക്കും ഒരു ഫോർമൽ ആയിട്ടുള്ള
ഇവിടെ പഠിച്ച ശാസ്ത്രീയ സംഗീതവും അവിടെയുള്ള ഗോസ്പലും കൂടെ, പിന്നെ അവിടെ പിള്ളേർ കേൾക്കുന്ന അന്നത്തെ സമയത്ത് ലിങ്കിൻ പാർക്ക്, ലിങ്ക് ബിസ്കറ്റ്, മൈക്കിൾ ജാക്സൺ, ഈ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ആയിട്ടുള്ള ഒരു കൊളീഷൻ ആയിരുന്നു. ആ ലിങ്കിൻ പാർക്ക് തിരിച്ചു വരികയാണ്. അവരുടെ ഒരു കൊളീഷൻ എനിക്കുണ്ടായി. അപ്പം ഞാൻ അവിടെ സ്കൂൾ ടൈമിൽ ഞാൻ 5ാം ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. അവിടെ ചെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ വോയിസ് നല്ലതാണെന്നൊരു ആംഗ്ലോ ഇന്ത്യൻ മിസ് പറയുകയാണ്. എനിക്ക് ആദ്യം വന്ന് എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, ഒരൊറ്റ അക്ഷരം ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. അപ്പം ആകെ വരണ്ടിരിക്കുന്ന എന്നോട് പറഞ്ഞു, ഈ വർഷത്തെ മിനി പോപ്പ് എന്ന് പറഞ്ഞൊരു സിംഗിങ് കോമ്പറ്റീഷനാണ്, നീയാണ് പാടേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മിസ് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അങ്ങനെ ആ മിനി പോപ്പ് കോമ്പറ്റീഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇത് 6th സ്റ്റാൻഡേർഡിലെ കോമ്പീറ്റൻ്റ് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ്, ഡേവിഡ് ബേക്സ്. ആ കോമ്പറ്റീഷനിൽ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ജയിച്ചു. ആ മിസ് ഹുക്കൻസ് എനിക്ക് തന്ന ആ ഒരു പുഷാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ആണ് എന്നെ ഇപ്പോഴും ആക്ച്വലി ദാറ്റ് ഇസ് വെയർ ഇറ്റ് ഓൾ ബിഗാൻ. അവിടെ തൊട്ട് പിന്നെ ഞാൻ അവിടെ തൊട്ട് ഞാൻ പിന്നെ പ്ലേസിൽ ആക്ട് ചെയ്ത് തുടങ്ങി. ഒരുപാട് ഡ്രാമാറ്റിക്സിലുണ്ടായിരുന്നു മ്യൂസിക്. ഈ ഡ്രാമാറ്റിക്സിലൊക്കെ മ്യൂസിക് ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇത് എന്നെ എല്ലാം അറിയാതെ തന്നെ സംതിങ് ആ ടേസ്റ്റ് ഇല്ലേ. ഞാൻ എപ്പോഴും ഒരു കമ്പോസർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടേസ്റ്റ് ആണ്. മ്യൂസിക്കൽ നോളജ്, മ്യൂസിക്കൽ നോഹൗ ഒക്കെ വേണമെങ്കിൽ പോലും ആ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് വിൽ ഫിറ്റ് ഇൻ ദ മൂവി എന്നുള്ളൊരു ടേസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതൊരിക്കലും ലേറ്റർ ഒരു കരിയറിൽ കിട്ടാൻ പാടാം. അത് നേർച്ചർ ചെയ്യുന്ന ചെറിയ പ്രായം തൊട്ട് ജേക്സന്റെ എല്ലാ പടത്തിലും ഉണ്ട്. അത് നമുക്ക് മനസ്സിലായി. ഇപ്പം ഏറ്റവും നരിവേട്ട തന്നെ പറയുവാണെങ്കിൽ ഇപ്പൊ മിന്നൽ വള കണ്ട മായും വരുമ്പോഴത്തേക്കും സീൻ ആകെ മാറും. അപ്പൊ ഒരു സിനിമയിൽ തന്നെ പല വേർഷൻ ഓഫ് മ്യൂസിക് ആണല്ലോ വരുന്നത്. നരിവേട്ട അതിന്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോൾ ആ പടത്തിന്റെ എസൻസ് എന്താണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പടം കണ്ടു കിട്ടുന്ന എന്താണ് സിനിമ, ഓക്കെ ട്രൈബൽ ആൾക്കാരുടെ കഥ പറയുന്നത്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പേ ഓണം അല്ലേ, ഒരു പാട്ടായാലും ഒരു ഓണപ്പാട്ടും തുടങ്ങിയത് നമുക്ക്. ഓണപ്പാട്ടെന്നോ? പൊടിപാരണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണതാരാണേ ആരാരാരാരാ ഇതിലേ വരുമോ മധുചന്ദ്രികയെ ഇനി നിന്ദരരരരരരരര കണ്ണാടി മാനത്തമ്മാനമാടാൻ കിന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കൈന്നെന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. അടിപൊളി, മൂളി മൊത്തം മാറി. താങ്ക് യു. ഇത് ഡിജോയിലാണ് താങ്ക്സ് പറയേണ്ടത്. ക്വീനിൽ ചെയ്ത പാട്ടാണ്, ഓണപ്പാട്ടായിട്ട് ചെയ്തതല്ല, പക്ഷെ ഓണത്തിന്റെ സിറ്റുവേഷനാണ് വന്നത്. ഇപ്പോഴും ഓണ ഫംഗ്ഷൻസിൽ ആ പാട്ട് ചെറിയ രീതിയിൽ കളിക്കുന്നുണ്ട്. ചേട്ടൻ നമ്മള് ബാക്ക് ടു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഈ ഒത്തിരി സിനിമയ്ക്ക് വേണ്ടിട്ട് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം ഒരു സിനിമയിൽ തന്നെ പല കൈൻഡ് ഓഫ് മ്യൂസിക് വരും. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എല്ലാ പടത്തിലും ഒരു ഫോക്ക് മ്യൂസിക്, എല്ലാത്തിലും ഇല്ലെങ്കിലും മിക്കവാറും സിനിമയിലൊക്കെ ഫോക്ക് മ്യൂസിക് വരില്ലേ. അപ്പൊ അതെങ്ങനെയാ അങ്ങനെ ഫോക്ക് മ്യൂസിക് മാത്രമല്ല ഫോക്ക് കലാകാരന്മാർക്ക് കൂടി അതില് സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അത് അയ്യപ്പൻകോശി തുടങ്ങിയതാണ്. അയ്യപ്പൻകോശിന്റെ ആ എസൻസ് ശരിക്കും സച്ചേട്ടനാണ് താങ്ക്സ് പറയുന്നത്. സച്ചേട്ടന്റെ ആ ഒരു കോൺസെപ്റ്റിൽ ആ ഫോക്ക് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത് ഫോക്ക്. അത് നഞ്ചിയമ്മ അതിൽ കൊണ്ടുവന്നു. അതിന് വളരെയധികം നാഷണൽ ലെവൽ ശ്രദ്ധ, നഞ്ചിയമ്മയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. പിന്നീടുള്ള എൻ്റെ സിനിമകൾക്ക് ആ ഒരു ചായ്വ് ഉണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പൊ നരിവേട്ടയിൽ ക്ലിയർ ആയിട്ട് വയനാട്ടിൽ നടന്ന ഒരു വലിയ ഇഷ്യൂ പറയുന്ന, അപ്പൊ അവരുടെ വോയിസ് ഇങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫോക്ക് എസൻസ് എപ്പോഴും ആൾക്കാരിലോട്ട് ഒരു ഡയറക്റ്റ് ആക്സസ് ആണ്. നമ്മൾ കൂടുതൽ മെനക്കെടുണ്ട്. ഇപ്പൊ പാലാപ്പള്ളി തന്നെ നോക്കുകയാണെങ്കിൽ അതൊരു ഫോക്ക് സോങ്ങിന്റെ ഒരു എസൻസ് ഉണ്ട് അതില്. അപ്പം പാലാപ്പള്ളിയുടെ ഒരു സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേഷനിലാണ് നമ്മൾ മാറ്റം വരുത്തിയത്. ബട്ട് ദാറ്റ് ഫോക്ക് എസൻസ് ഇസ് മെയിൻറ്റൈൻഡ്. ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് ഇൻ ടു ദ പീപ്പിൾ സോ ഈസിലി. അപ്പം ഞാൻ കരുതുന്നത് നമ്മൾ മറ്റുള്ള ഇപ്പം വെസ്റ്റേൺ വേസ് ഓഫ് സ്കോറിങ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് കമ്പോസേഴ്സ്. വൈ കാണ്ട് വി ഗോ ലിറ്റിൽ മോർ ഇൻ ടു ഫോക്ക്? ഫോക്കിനെ ഒരു മ്യൂസിക്കൽ എക്സ്പ്രഷനായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഫിലിം മ്യൂസിക്കിൽ എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ തുടരുമിൽ അത് വന്നു ചേർന്ന ആക്ച്വലി. തുടരുമിൽ എങ്ങനെയാന്ന് വെച്ചാല് ഈ പടത്തിന്റെ എസൻസിൽ ഇപ്പൊ കണ്ടല്ലോ അതിന്റെ ഇന്റർവൽ പോർഷൻ ഒക്കെ ആകുമ്പോൾ ഒരു തെയ്യവും എല്ലാം മിക്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നാച്ചുറലായിട്ട് എനിക്ക് പേമാരി എന്ന് പറഞ്ഞ് ചേരുകയാണ്. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് വേറെ രീതിയിൽ സ്കോർ ചെയ്യാറുണ്ട്. ബട്ട് ഐ ജസ്റ്റ് ഹാവ് ദിസ് ഫോക്ക് ഇൻക്ലിനേഷൻ. അതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പൊ കാടേനും കൊമ്പ ആയാലും അതിനെ ഞാൻ കരുതിയെന്ന് വെച്ചാൽ തുടരും ഷുഡ് ബി ഒരു രീതിയിലും വേറെ സൗത്ത് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ്, അതായത് നമ്മുടെ തപ്പട്ടം അങ്ങനെ തമിഴ് അല്ലെങ്കിൽ തെലുഗു ഓർക്കസ്ട്രേഷൻ ഐഡിയാസ് ഇല്ല. നമ്മൾ തന്നെ ചെണ്ടമേളം യൂസ് ചെയ്തുകൊണ്ട് ലാലേട്ടനെ എലവേറ്റ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം
ലാലേട്ടൻ ഒരു കൊമ്പനാണല്ലോ ആ അതെ പടത്തിൽ. അതെ അതെ. അങ്ങനെയാണ് ഞാൻ ഈ പൂരത്തിന്റെ തുടരുമില് വരുമ്പോ തന്നെ 2 ഹരിഹരനെ കൊണ്ടൊക്കെ പഠിപ്പിച്ചല്ലോ, ആ കുട്ടി ഹരിഹരൻ, വലിയ ഹരിഹരൻ. ശരിക്കും ഞാൻ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൽ അവരുടെ പ്രോഗ്രാമിൽ പോയപ്പോഴായി പയ്യനെ പരിചയപ്പെടുന്നു. എനിക്ക് ഭയങ്കര ഹരിജിക്ക് ട്രാക്ക് പാടാൻ വന്നതാണോ? അല്ലാതെ ആ സമയം എത്തിയപ്പോ അത് ആലോചിച്ച് ചെയ്തതാണോ അതോ? ഇല്ല, ഞാൻ ലിറ്ററലി അത് ഹരിജിനെ കൊണ്ട് തന്നെ ചെയ്യിക്കേണ്ടിരുന്ന പാട്ടാണ്. പാടി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഗൂഗിൾ പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഗൂഗിളിനോട് പറയുകയും ചെയ്തു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഇൻസിസ്റ്റ് ചെയ്തു എനിക്ക് ഹരിഹരനെ കൊണ്ട് തന്നെ പാടിക്കണം എന്നുള്ളത്. അവർ രണ്ടുപേരും പാടിയപ്പം എന്തുകൊണ്ട് മകന്റെയും അച്ഛന്റെയും പെർസ്പെക്റ്റീവ് വെച്ചുവിടാന്ന് പറഞ്ഞിട്ടാണ് ആ പടത്തിൽ മിഴിയോരത്തില് നമ്മള് ഹരിജീനെയും പാട്ട് വെച്ചിട്ടുണ്ട്, ഗോകുലിനെയും പാട്ട് വെച്ചിട്ടുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ അത്? നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ഈ ടൈറ്റിൽ, പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ആൾക്കാർ തിയേറ്ററിലോട്ട് ഇന്നാവണം. ഇപ്പൊ ലോകയിലെ തന്നെ ആ ടൈറ്റിൽ സീക്വൻസിനാണ് ഞാൻ ഓൾമോസ്റ്റ് 1 മാസം എടുത്തത്. മറ്റൊരു മാസം പടം മൊത്തം സ്കോർ ചെയ്തിട്ടുള്ളൂ. ഈ 1 മാസത്തിൽ ഡൊമിനിക് ഒരു 3 പ്രാവശ്യം സ്റ്റുഡിയോ വന്ന് ജെക്സ് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്താലും എനിക്കും തൃപ്തിയില്ലായിരുന്നു. അവസാനമാണ് ഇങ്ങനെ ഒരു ഇപ്പൊ കേൾക്കുന്ന ഒരു ടൈറ്റിൽ മ്യൂസിക്കിലോട്ട്. കാരണം ടൈറ്റിൽ മ്യൂസിക്കിൽ നമ്മൾ ഇന്നായാൽ നമ്മൾ പടത്തിൽ ഇന്നായി. ചിലര് ഇപ്പൊ സ്ക്രീൻ പ്ലേയുടെ ഭാഗമായിട്ട് തന്നെ ടൈറ്റിൽ എഴുതി കാണിക്കും. അതാ ഞാൻ മോശമെന്നല്ല പറയുന്നത്. ബട്ട് ഇഫ് യു ഹാവ് എ സെപ്പറേറ്റ് സെക്ഷൻ, ആൾക്കാരിൽ പടത്തിലോട്ട് ഒരു വെൽക്കം കാർഡ് പോലെയാണ് ടൈറ്റിൽ മ്യൂസിക് എന്ന് പറയുന്നത്. നമുക്ക് തുടരുമിന്റെ 2 വരി മൂളാവോ? മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരിപ്പകരും തലോടും താനേ കഥ തുടരും മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ. ഇത് ഗോകുലും ഹരിജിയും വളരെ വൃത്തിയായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഇനിഷ്യൽ ട്യൂൺ ഇതാണ്. നമുക്ക് ഭയങ്കരമായിട്ടും നമുക്ക് ഇമോഷണലി കൂടെ ഓരോ ഗാനങ്ങൾ എത്തിച്ചേരണമല്ലോ അല്ലെ? അങ്ങനെയുള്ളൊരു ലാലേട്ടന്റെ കുട്ടിക്കാലം കാണിക്കുന്നു, അവരുടെ ഫാമിലി. ലാലേട്ടൻ ഫാൻ, എന്റെ കുട്ടിക്കാലമാണ് അത്. ഞാൻ ലാലേട്ടന്റെ പടങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്ത് കണ്ടു. ഞാൻ സിനിമ എന്റെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് അത്. എന്റെ അതാ നേരോർമകൾ മായാ ദോസ് പോർഷൻ നമ്മുടെ ഓർമ്മകളാണ്. ആസ് എ ലാലേട്ടൻ ഫാൻ ഇറ്റ്സ് മൈ എക്സ്പ്രഷൻ. എനിക്ക് എന്തോരം നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച സിനിമകള്, സമ്മാനിച്ച കഥാപാത്രങ്ങള്. അപ്പൊ ഇറ്റ്സ് മൈ വേ ഓഫ് ഗിവിംഗ് ബാക്ക്. ഇപ്പം ഓരോ സിനിമയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീൻ പ്ലേ മുഴുവൻ വായിച്ചതിന് ശേഷമാണ് ഡയറക്ടർ ഫുള്ള് ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കും. സ്ക്രിപ്റ്റ് കേട്ട് കഥ മാക്സിമം വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കും. അതല്ലാതെ ഇന്ന് വരെ ഒരു പടവും ചെയ്തിട്ടില്ല. ഏർലി സ്റ്റേജസ് വരെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം സ്ക്രിപ്റ്റ് കേൾക്കും. പിന്നീട് അത് ഏതെങ്കിലും അത് ഒന്ന് മാറ്റണമായിരുന്നു ഞാൻ പറയാറുണ്ട്. അല്ല ചെയ്തതിൽ ഏതെങ്കിലും എന്റെ വർക്ക് അയ്യോ ഇഷ്ടം പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ലോകയിലും തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ അതാ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഒന്നും പോകില്ല, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ എപ്പോഴും അത് ഉണ്ടാവും. പക്ഷെ തുടരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഓൾമോസ്റ്റ് ഐ ഫീൽ ലൈക്ക് ഒരു കാരണം സമയം കിട്ടിയത് കൊണ്ടും എല്ലാം ലോകയിലും ടൈം കിട്ടി. ബട്ട് ഐ സ്റ്റിൽ ഫീൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ചില പോർഷൻസ് ഇനി ഇങ്ങനെ ചെയ്യാറുന്നോ അങ്ങനെ ചെയ്യാറുന്നല്ലോ എന്നൊക്കെയുള്ളൊരു. ഓക്കെ ജേക്സേട്ടാ, ഞാൻ ആക്ച്വലി ജേക്സന്റെ ഫാനായിട്ട് ഞാനെന്നല്ല എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം മലയാളികളും ജേക്സന്റെ ഫാനായിട്ട് ഒരൊറ്റ ട്രാക്കിലാണ്. ആ ട്രാക്ക് കേട്ട നമ്മളിപ്പം ഏത് ഇമോഷനിലാണെങ്കിലും നമ്മളങ്ങ് ലിഫ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണെങ്കിലും നമ്മളെ വേറൊരു മൂഡിലോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ്. ഞാൻ പറയണോ അത്? അത് എന്തൊരു സാധനം, അതെങ്ങനെയാണ് ജയിച്ചത് അതിലേക്ക് എത്തി? ഓൾ ജോക്സ് അപ്പാർട്ട്, എന്റെ കരിയറിലെ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു വരദാനമാണ് രണം. ഇപ്പോഴും എന്റെ സ്ട്രീമിംഗ് എടുത്താല് ഇപ്പൊ എനിക്ക് ഒരു മാസം ആരൊക്കെ എന്താ കേൾക്കുന്നുണ്ട്, ടോപ്പ് 5 എപ്പോഴും രണം കാണും. അത്ര ആൾക്കാർ ഡെയിലി അതൊരു ലൈഫ്. ഞാൻ ഈയിടെ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു 5 or 10 പാട്ട് ചെയ്താൽ മതി. ബിക്കോസ് ദാറ്റ് സോങ് എന്നോട് എത്ര പേര് പറയുന്നത് അവരുടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഘട്ടത്തിൽ ദാറ്റ് സോങ് ഒരു റിയഷോൺസ് വന്നിട്ടുണ്ട് അവർക്ക്. ഒരുപാട് എസ്പെഷ്യലി പ്രവാസികൾ അവരുടെ ഡ്രൈവിംഗ് കാലഘട്ടങ്ങൾ ലൈക്ക് വെൻ ദേ ഡ്രൈവ് ബാക്ക് ഫ്രം വർക്ക്, ഒരു റേ ഓഫ് ഹോപ്പ് നാടിനോടുള്ള ഒരു കിലോമീറ്റർ ഈ പാട്ട് മാത്രം ലൂപ്പിട്ട് വരും.
അത്രയും ഒരു അതെന്റെ ഒരു റിയൽ എക്സ്പ്രഷൻ ആണ്. 5 വർഷം ആയി ആ സമയം രണം ചെയ്യാൻ തുടങ്ങിയപ്പം എങ്ങും എത്തിയിട്ടില്ല. ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ശരിക്കും മനസ്സിൽ നിന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ആ പാട്ട്. കാരണം 13 തുടങ്ങി 18 റൺ ചെയ്തപ്പോഴും ഒരു സിനിമ ഹിറ്റ് ആയിട്ടില്ല. ഇങ്ങനെ ട്രൈ 5 വർഷം എന്ന് വെച്ചാൽ ലോങ് ടൈം. അപ്പൊ അങ്ങനെ ഞാൻ ഇത് ഹിറ്റ് ആയാലും ഇല്ലാലും വേണ്ടില്ല, ഇതെന്റെ എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു പാട്ടാണ്. ഐ വോണ്ട് എക്സ്പ്രസ് ഇറ്റ് ദ വേ ഐ വോണ്ട്. ആർക്കും ഒരു പരാതികളില്ല. അത് രാജുവോ നിർമ്മലോ ആരും ഒരു നിബന്ധനകളും വെച്ചിട്ടില്ല ആ പാട്ടിൽ. അങ്ങനെ ഞാൻ എൻ്റെ US എക്സ്പീരിയൻസും ഇവിടെ വന്നിട്ടുള്ള എൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ എന്താ ഇട്ട ഒരു എക്സ്പ്രഷനാണ്. അതും സിനിമ അത്ര വിജയിച്ചില്ല. ആ സമയത്ത് ഇറങ്ങിയപ്പോഴും പാട്ട് അത്ര, പിന്നീടാണ് ഇങ്ങനെ ഒരു ലൈക്ക് വൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ് ജസ്റ്റ് ആൾക്കാരുടെ മനസ്സിലോട്ട് ലഹരി കൂടി നമുക്ക് രണ്ടുപേരും രണത്തിൽ പാടാവോ ചേട്ടാ? ഇനി എന്ന് കാണും ഞാൻ ഇതു നേരമേ ഇരവങ്ങു നീളും നിതാ നഗരത്തിൻ വഴി കാട്ടിയ മിഴിനാളമായി അടയാളമൊഴിയുന്നിതാ ഒരേ കടൽ ഇന്നേകനായി നീന്തിടുന്നു ഒരേ കനൽ കുഞ്ഞോളങ്ങൾ കൈനീട്ടുന്നു പുൽകിടുന്നു നീ. അതേപോലെ ഇപ്പം ഒരു റീസെന്റ് അഡിക്ഷൻ ആണ് നിയോൺ റൈഡ്. നിയോൺ റൈഡ് ഈ പറയുന്ന പോലെ അയ്യോ അതും വല്ലാത്ത എപ്പോഴും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ് നിയോൺ റൈഡ്. അത് ഈ പറഞ്ഞാല് ഓഫീസർ ഓൺ ഡ്യൂട്ടി, അത് മാർട്ടിൻ ചേട്ടനും നമ്മുടെ ജിത്തുബായ്ക്കൊക്കെ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കും. കാരണം ഇന്റർവെൽ ആയപ്പം പടം ഭയങ്കര ടൈറ്റ് ആയി. അപ്പം സെക്കൻഡ് ഹാഫില് സിനിമ കണ്ടിട്ടുണ്ടായി അറിയാം, ആ ഒരു ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്ത് പോകുന്ന അവരുടെ വൈബില് അവരുടെ വൈബ് പറ്റുന്ന, എന്നാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാട്ട് വേണം. അങ്ങനെ എങ്ങനെയോ ഒരു എനിക്ക് ഈ ലാംഗ്വേജസ് മിക്സ് ചെയ്യുന്ന ഇഷ്ടം. അപ്പം അങ്ങനെ സ്പാനിഷ് ആയാലോ എന്ന് കരുതി സ്പാനിഷ് ആർട്ടിസ്റ്റിനെ കിട്ടി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചാക്കോ ചാന്റെ ഒരു ഉഗ്രൻ പെർഫോമൻസും ഒരു അടിപൊളി സ്ക്രിപ്റ്റും എല്ലാം കൊണ്ടും മൂവി ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചു. ഇപ്പൊ നമ്മള് എനിക്ക് 2013 കരിയർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, ഇപ്പം 2025 ആയി. എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നുണ്ട്, മാറ്റത്തിനനുസരിച്ച് വരുന്നുണ്ട്. അതിന്റെ ഈ കിക്കും പ്രിക്കോഷനും ഒക്കെ ഏത് ഡോയാണ് യൂസ് ചെയ്യുന്നത്? ലോജിക് പ്രോ ആണ് എന്റെ പ്രൈമറി വർക്ക് സ്റ്റേഷൻ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ക്യൂബേസ് എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷൻ, പക്ഷെ എന്റെ പ്രൈമറി വർക്ക് സ്റ്റേഷൻ ലോജിക് പ്രോ ആണ്. അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒത്തിരി പേരോട് കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഭാവിയിൽ ഇപ്പൊ വേറെ ആരെങ്കിലും കൂടെ ഒക്കെ ഒന്ന് ചേർന്ന് കൊളാബ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആരാ? അങ്ങനെ എനിക്ക് ആരാണേലും എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ ഏറ്റവും ഫോളോ ചെയ്യുന്ന ലുഡ്വിഗ് ഗൊറാൻസൺ എന്ന് പറഞ്ഞൊരു കമ്പോസറാണ്. അദ്ദേഹം അമേരിക്കയിലുള്ള ഒരു കമ്പോസറാണ്. അതുപോലെ തന്നെ എനിക്ക് ഡാനിയൽ പെമ്പിൾട്ടൺ എന്ന് പറഞ്ഞൊരു കമ്പോസറുണ്ട്. പിന്നെ റഹ്മാൻ സാറിന്റെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷം. ഇനി അങ്ങനെ കൊളാബറേറ്റീവ് ആണെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ ഒരു പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ ഹാൻഡിൽ ചെയ്ത് അത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. കാരണം അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സിങ്ക് ഇഷ്യൂ വന്നാൽ പിന്നെ അവിടെ ഒരു കോംപ്രമൈസിന്റെ സാധ്യതകൾ തോന്നും. സോ ഞാൻ അവരുടെ എല്ലാ അഡ്മയറാണ്. എനിക്ക് എന്റെ പണി തന്നെ ചെയ്യാനാണ് ഇഷ്ടം. നമ്മളിപ്പം ഓരോ സിനിമ എടുക്കുന്ന സമയത്ത് ഈ ഓരോ നമ്മളിപ്പം ഡയറക്ടറിന്റെ ഇഷ്ടമനുസരിച്ച് പിന്നീട് മാറ്റേണ്ടി വരുമല്ലോ. നമ്മളൊരു മ്യൂസിക് സെറ്റ് ചെയ്യും, പിന്നെ ഡയറക്ടറിന്റെ ഇഷ്ടമനുസരിച്ച്. അപ്പൊ അങ്ങനല്ലാതെ ജെയ്ക്സിന്റെ മാത്രം ഇഷ്ടത്തിൽ ചെയ്ത ഏതെങ്കിലും ഒക്കെ സിനിമകളുണ്ടോ? സ്വന്തം ലോക ഇസ് എ പ്രൈമറി എക്സാമ്പിൾ. കാരണം അങ്ങനത്തെ ഒരു സ്പേസ് ഡൊമിനിക് തന്നത്. വേറൊരു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഡൊമിനിക് പാലക്കാരനാണ്. ഡൊമിനിക്കിന്റെ ഫാദറും എന്റെ ഫാദറും ഒരുമിച്ച് പാലാ സെന്റ് തോമസിൽ ബോട്ടണി പഠിച്ചവരാണ്. അപ്പൊ ഡൊമിനിക്കിന്റെ കോമൺ ഫ്രണ്ട്സ്, ഡൊമിനിക്ക് പഠിച്ചവർ എന്റെ കസിൻസുമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഐ നോ ഹിം പേഴ്സണലി, ആ ലെവലിലും അറിയാം. പിന്നെ ഡൊമിനിക്ക് നമുക്ക് തരുന്ന ഒരു ഫ്രീഡം, ഒരു ട്രസ്റ്റ്, അതാണ് എനിക്ക്, ഞാൻ പല ഡയറക്ടേഴ്സിനോടും പറയുന്നതാണ്. ചിലപ്പം അവരുടെ മനസ്സിലൊരു പടം ഉണ്ടാവും, അത് ചെയ്യാനാണെങ്കിൽ അവർ വേറെ ആരെങ്കിലും, ഞാൻ പറയുന്നത് അവർ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാധനം ഞാൻ തരുമ്പോഴല്ലേ എന്റെ ട്രൂ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഒരു ഡയറക്ടർക്ക് ആ മ്യൂസിക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ ആവശ്യമില്ല. ഡയറക്ടർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഞാൻ കൊടുക്കാൻ പറ്റണം. അപ്പൊ എനിക്ക് ഫ്രീഡം വേണം.
ഡയറക്ടർ റെഫറൻസസും ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഇതുപോലെ ചെയ്തു തരാൻ പറഞ്ഞാൽ പിന്നെ വാട്ട് ഇസ് ദ പോയിന്റ് ഇൻ വർക്കിംഗ്? എനിക്കാണെങ്കിൽ കോപ്പി ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനും ഞാൻ പോകുന്നില്ല. അപ്പൊ അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് എന്റെ സ്റ്റുഡിയോ നിന്ന് ഒരാൾ വിഷമിച്ച് പോകുന്ന അല്ലെ തൃപ്തി ഇല്ലാതെ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല. ഞാൻ കോംപ്രമൈസ് ചെയ്യും. ലൈക്ക് ഓക്കെ ഒരു റെഫറൻസ് തന്നു, അത് അതിന്റെ ഒരു മൂഡ് പിടിച്ചൊക്കെ ചെയ്യും. പക്ഷെ ഐഡിയലി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ട്രസ്റ്റ് മീ വിത്ത് ഇറ്റ്. അത് എന്റെ ജോലി ഞാൻ വെടുപ്പായിട്ട് ചെയ്തു തരാം. ജസ്റ്റ് ട്രസ്റ്റ് മീ വിത്ത് ഇറ്റ്. ഐ നോ യുവർ ഫിലിം എന്റെ കയ്യിൽ തരൂ. ആ ട്രസ്റ്റ് ആണ് എനിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മള് വിലായത്ത് ബുദ്ധിയെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഇപ്പൊ പൃഥ്വിരാജുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ഇപ്പം രണം ഒക്കെ അല്ലേ? ഇല്ല, എന്നെ ആക്ച്വലി ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഇനിഷ്യൽ സമയത്ത് ഹെൽപ്പ് ചെയ്തത് പൃഥ്വിരാജ് തന്നെയാണ്. അത് മിന്നലഴകെ തൊട്ട് അദ്ദേഹം ആ വീഡിയോയിൽ ഫീച്ചർ ചെയ്ത് 2007 ഞാൻ ടോക്കിംഗ് അബൌട്ട് ഓൾമോസ്റ്റ് 20 years ago. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി വേറൊരു അദ്ദേഹം ആക്ട് ചെയ്ത ഒരു സിനിമയിൽ എന്നെ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ അന്ന് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ രണത്തിന്റെ കാര്യം വന്നപ്പോഴും പൃഥ്വിക്ക് പറയാറുണ്ടല്ലോ പുതിയ കമ്പോസറാണ്, ജെയ്ക്സിൽ റിലേറ്റീവ്ലി 3-4 സിനിമയായിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ആ സപ്പോർട്ട് പിന്നെ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് സിനിമകൾ അദ്ദേഹം തന്നു. എനിക്ക് എന്നെ കുരുതി ഞങ്ങൾ ചെയ്തു ഒരുമിച്ച്, പിന്നെ മറ്റു കുറെ കടുവ, ഗനഗണമന, എല്ലാ പടങ്ങളിലും രാജുവിന് ഭയങ്കര എന്തൂസിയാസത്തോടു കൂടിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് രാജുവിന്റെ ഭാഗത്ത് കിട്ടിയത് തന്നെ കുറെ എന്റെ കരിയറിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DQ ഇപ്പൊ കിങ് ഓഫ് കത്തേല് DQന്റെ ആ ഒരു, അപ്പൊ DQനും വേറെ ഓപ്ഷൻസ് പറയുന്നത് അത് അബി എന്റെ സജസ്റ്റ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും മറ്റുള്ള ഇൻഡസ്ട്രിയിൽ ഹി സ്പോക്ക് വെരി ഹൈലി ഓഫ് ദി സ്കോർ. പടത്തിന്റെ റിസൾട്ട് എന്തായാലും അദ്ദേഹം സ്കോറിന്റെ കാര്യത്തിൽ വളരെ അഭിമാനത്തോടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിനോട് ഈ ലോഗോ ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രൊഡ്യൂസറിന് നേരിൽ ഒരു പാനിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ജെയ്ക്സ് വിൽ ഡു ഹിസ് ജോബ്, എവറിബഡി റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് വിൽ ഡു ഹിസ് ജോബ് എന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വിലായത്ത് ബുദ്ധി ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ തോന്നുന്നല്ലേ? പോസ്റ്റ് പ്രൊഡക്ഷൻ ടീസർ ഉടനെ തന്നെ വരും. ഫോട്ടോ വൈറലാണ്, കണ്ടു കഴിഞ്ഞു. അപ്പം ഈ കഥ നമ്മൾ ഈ ബുക്കിൽ വായിച്ച അതേപോലെ തന്നെ കഥ തന്നെയാണോ ചേട്ടാ? അതൊക്കെ തന്നെയാണ്. മാറ്റങ്ങളുണ്ട്, സിനിമാറ്റിക് മാറ്റങ്ങളുണ്ട്. ഭയങ്കരം അതായത് സച്ചിയേട്ടന്റെ ഒരു തൂലിക എങ്ങനെ ഒരു സിനിമ വരും, ആ എസൻസ് ഈ പടത്തിലുണ്ട്. ആൻഡ് രാജുവിന്റെയും ഷമ്മി ചേട്ടന്റെയും വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഞാൻ അത് കൂടുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സിനിമയിൽ. എനിക്ക് സിനിമ കണ്ടു ആൻഡ് അതിൽ ഇനി കുറച്ച് വർക്കുകളുണ്ട്, അവരുടെ പെൻഡിങ് വർക്കുകളുണ്ട്. ബട്ട് ശരിക്കും ഒരു നല്ല ഒരു മലയാള സിനിമ. ആക്ച്വലി ഞാൻ ആ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അത് വായിച്ചതിന് ശേഷമാണ് ഇതിന് അനൗൺസ്മെന്റും കാര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നെ അറിയുന്നത്. ഞാൻ സത്യം പറഞ്ഞ പൃഥ്വിരാജിനെ തന്നെ മനസ്സിൽ കണ്ടാണ് അത് വായിച്ചത് പോലും. എനിക്കൊന്നും അതിന് ശേഷമൊക്കെ സിനിമ ഒരുപാട് അതിന്റെ ഒരുപാട് ഒരു പ്രോസസ്സിൽ കൂടെ പോയിട്ടുണ്ട്. കാരണം അറിയാലോ രാജുവിന് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. ജയൻ നമ്പ്യാർ ഓൾമോസ്റ്റ് 3 to 4 years ഈ പടത്തിന്റെ പുറകിലുണ്ട്. ഞങ്ങൾ എല്ലാവരും ആ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇനി അത് രാജു അടക്കം ഇത് ഇറങ്ങാന്നുള്ളത്, ഇത് നല്ല രീതിയിൽ ഇറക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഹയസ്റ്റ് പ്രയോറിറ്റി. ലോക കഴിഞ്ഞു, ഫുൾ അറ്റൻഷൻ ഇനി വിലായത്ത് ബുദ്ധയിലേക്ക്. അതിന് ഞാൻ മറയൂർ 2022 അവിടുത്തെ എല്ലാരും പോയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 100% പ്രതീക്ഷിക്കാം. എനിക്ക് അയ്യപ്പനും കോശിയുടെ എസൻസ് എന്താണോ അത് തിയേറ്ററിൽ കൊടുക്കാൻ പറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനി ഇവിടുന്ന് ഈ തെലുങ്കു ഇൻഡസ്ട്രിയിലൊക്കെ പോകും, തെലുങ്കു തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ പോകുമ്പോൾ എന്താ പ്രധാന വ്യത്യാസമായിട്ട് തോന്നി? പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ പമ്പിങ് ഹെവി മ്യൂസിക് വേണം. പിന്നെ അവിടുത്തെ ഡയറക്ടേഴ്സുമായിട്ട് ഒന്ന് സിങ്ക് ആവാൻ ടൈം എടുക്കും. നല്ല സെൻസിബിൾ ഡയറക്ടേഴ്സ് ആണെങ്കിൽ പണി എളുപ്പമായിരിക്കും, അല്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കും. ഞാനിപ്പോൾ മലയാളത്തിൽ കംഫർട്ടബിൾ ആണ്. അത്രയും പ്രോമിസിങ് പ്രോജക്ട്സ് മറ്റു ലാംഗ്വേജസിൽ നിന്ന് വരാതെ എനിക്ക് അവിടെ പോയി വർക്ക് ചെയ്യേണ്ട ഒരു നീഡ്, ശരിയാ കുറച്ചും കൂടെ എക്സ്പോഷറും ഒക്കെ ഉണ്ടാവും. ബട്ട് ഐ ലവ് എനിക്ക് മലയാളം ഇൻഡസ്ട്രി അത്ര ഇഷ്ടമാണ്. സോ ആൻഡ് ഇറ്റ്സ് ഗിവിംഗ് മീ ഇപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് ഡെലിവർ ചെയ്യുമ്പം ദാറ്റ്സ് ഓൾസോ ഗിവിംഗ് ഇറ്റ് ബാക്ക്. അങ്ങനെ ഞാൻ നോക്കുമ്പം തെലുങ്കിലോ തമിഴിലോ നല്ല പ്രോജക്ട്സ്, നല്ല ഡയറക്ടേഴ്സ്, നല്ല ബാനറിന്റെ നല്ല, കാരണം നമ്മൾ അവിടെ പോയി ചെയ്യുമ്പം 4 ആൾ പടം കാണണം. ചെറിയൊരു നമ്മളിവിടെ ടോപ്പ് മൂവീസ് ചെയ്യുന്നു, നല്ല നല്ല ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ പോയി പിന്നെ ചെറിയ സിനിമകൾ ചെയ്യാൻ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നല്ല സിനിമകൾ കിട്ടുകയാണെങ്കിൽ 100% അങ്ങനെ തന്നെ ഇരിക്കുന്നത്. മലയാളമാണ് നമ്മുടെ റൂട്ട്. ഈ ജെയ്ക്സിന്റെ ഇഷ്ടപ്പെട്ട ഈ മ്യൂസിക്കിൽ തന്നെ അത് ഈ റാപ്പ് ആണോ ഹിപ്പ് ഹോപ്പ് ആണോ അതോ മെലഡി? അങ്ങനെ സ്പെസിഫിക് എന്ത് മ്യൂസിക് ആ സമയത്ത് കേൾക്കാൻ തോന്നുന്നു ഞാൻ കേൾക്കും. ഇപ്പം എൻ്റെ പിള്ളേർ ജസ്റ്റിൻ ബീബറിന്റെ ലേറ്റസ്റ്റ് സോങ് കേൾക്കുന്നുണ്ടായിരുന്നു. ലിസൺ ടു ഇറ്റ്. ഞാനിപ്പം നമ്മുടെ പുതിയ മലയാളത്തിൽ ഇറങ്ങിയ 1-2 ആൽബംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പടത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ
സിനിമയ്ക്ക് എന്താണോ വേണ്ടത് ആ ജോണർ ചൂസ് ചെയ്ത് അത് പഠിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇന്ന സംഗീതം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അഫിനിറ്റി ഇല്ല. ആക്ച്വലി ഞാൻ വന്നപ്പോ തന്നെ പറയാൻ വിചാരിക്കുമായിരുന്നു, നല്ല ഭംഗിയുള്ള വീടാ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറെ പഴക്കമുള്ള ഒരു വീടാണ്. എന്റെ തറവാട് വീടാണ്. അപ്പം കുട്ടിക്കാലവും എല്ലാം ഇവിടെ തന്നെയാണ്. ഇപ്പൊ അപ്പ അമ്മ അനിയനുണ്ട്, കൂടെ സിബ്ലിംഗ് ആയിട്ട് ബ്രദറാണ് അനിയൻ. അവനൊരു ഡോക്ടറാണ്. അവനിപ്പം MD റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ വർക്കുള്ള ടൈമില് കൊച്ചിക്ക് പോകും. അല്ലാത്തപ്പോ ഇവിടെ എല്ലാ ആഴ്ചയും വരണമെന്നാണ്. പക്ഷെ ഏത് പടവും ഗ്രിപ്പ് മുറുകുമ്പോ പിന്നെ വരാൻ പറ്റില്ല. പിന്നെ സൺഡേ സ്കൂളും പിള്ളേരുടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എറണാകുളത്താണ്. സോ വീക്കെൻഡ്സും ടൈറ്റ് ആണ്. പക്ഷെ ഐ ട്രൈ ടു കം വെരി ഓഫൻ. ലോക ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് ഓടും. അപ്പം ഈ കല്യാണിയൊക്കെ ഇങ്ങനത്തെ ഒരു കല്യാണിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? കല്യാണിയുടെ ഒരു പടം ഞാൻ നേരത്തെ ചെയ്തു, ആന്റണി എന്ന് പറഞ്ഞു. അതില് കല്യാണിയുടെ ജോഷി സാറിന്റെ പടം, അതില് കല്യാണിയുടെ ആക്ഷൻ സ്കിൽസ് നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ ലെവൽ ഓഫ് പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ കല്യാണി ഇട്ടിരിക്കുന്ന എഫേർട്ട്, അതാണ് പേ ഓഫ് ചെയ്യുന്നത്. പീപ്പിൾ ആർ കോളിംഗ് ദ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നില്ല. അപ്പം അത് കല്യാണി എന്നോട് പറയാം, സെറ്റിൽ വരുമ്പോൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്തതും പഠിച്ചതൊക്കെ. അതിന്റെ റിസൾട്ട് പേ ഓഫ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ എന്നൊക്കെ പറയാല്ലേ. ഓക്കെ, അത്രയും രസമായിരുന്നു. അപ്പോ നമുക്കൊന്ന് വീട്ടുകാരെയും കൂടി പരിചയപ്പെടാല്ലേ? പിന്നെ ഓക്കെ. ഇതാണ് എന്റെ അപ്പ അമ്മ. ഞങ്ങളിങ്ങനെ പറയുന്നത് നല്ല ഭംഗിയുള്ള വീടാണ്. ഇത് എങ്ങനെയാ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാ? ഒരു പൊടി പോലില്ലാതെ മാസത്തിലൊന്നും അല്ല, 2 വീക്സ് കൂടുമ്പോ വാക്യൂം ക്ലീനർ ഇട്ട് പിടിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊടിയൊക്കെ തുടച്ചിടും. പൊടി തുടക്കലാണ് അമ്മയുടെ ഒരു എല്ലാരും ആ പൊടി ആ ചുക്കിലി. ഇത് പാനലിംഗ് ചെയ്തോണ്ടേ ചെതലെടുക്കാൻ പാടാ, പെട്ടെന്ന് എളുപ്പമാണ്. അപ്പൊ അത് കാരണം വാക്യൂം ക്ലീനർ ഇട്ട് ഇടയ്ക്കിടയ്ക്ക്. ചായയെ കുറിച്ച് എന്താണ് ഓണമാണ് വിശേഷം? എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ. സാധാരണ ഓണത്തിന് ജെയ്ക്സിന്റെ ഫാദറിന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ വരും, എല്ലാരും കൂടുകയൊക്കെ ചെയ്യുന്ന. ഇപ്പൊ ജെയ്ക്സിന്റെ ഫാദറും ഞാനും ബ്രദറും ഉള്ളൂ. ജെയ്ക്സ് ലോകയുടെ പ്രൊമോഷൻ ഒക്കെ ആയിട്ട് പോയിരിക്കുന്നു, ആ തിരക്കിലാണ്. തിരക്ക് കാരണം മോനെ കിട്ടാത്തതില് അച്ഛനമ്മയ്ക്കും സാധാരണ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പയ്ക്ക് 10 സിബ്ലിങ്സ് ഉണ്ട്. അപ്പൊ 5 ബ്രദേഴ്സും ഇവിടെ ഒരു കോമ്പൗണ്ടിലാണ്. അപ്പൊ ഞങ്ങള് കസിൻസ് ഒരുമിച്ച് കളിച്ചു വളർന്നു. ഇപ്പൊ എന്റെ മക്കളും അവരുടെ എല്ലാവരും, സോ അവരെല്ലാം ഉണ്ട്. അടുത്തായിട്ട് എല്ലാരും എപ്പോഴും ഒരു ഗെറ്റ് ടുഗദർ പോലെ ഉണ്ട്. 6 ദിവസം പിള്ളേരും. എന്റെ അച്ഛനും 10 പേരാ, അവരെ സിബ്ലിങ്സ്. 6 പുരുഷന്മാരും 4 സ്ത്രീകളും. ഇവിടെ 5 6 പുരുഷന്മാരും 6. എല്ലാം നിങ്ങൾ ഇടയ്ക്ക് ഓണത്തിനൊക്കെ കൂടുക അല്ലെ? പറഞ്ഞ പോലെ എല്ലാരും ഒരു കോമ്പൗണ്ടിലായിരുന്നു. നേരത്തെ ഈ എന്റെ പെങ്ങടെ പിള്ളേരെല്ലാം വരുമായിരുന്നേ. ഒരു കൊച്ചായിരുന്നപ്പോഴേ, കൊച്ചല്ലേ പ്രായമായപ്പോഴും അവധിയൊക്കെ ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും ഒക്കെ അവധി തുടങ്ങുമ്പോഴേ എല്ലാരും ഇവിടെ വരും. പെങ്ങന്മാരും ഉണ്ട്. ഫാദറിന്റെ ഒരു അച്ചായന്റെ ഒരു വലിയ തറവാടാ, വലിയൊരു ഇതായിരുന്നു. എല്ലാരും അവധിക്ക് കൊണ്ടുവരും. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ പോയി എല്ലാ സിബ്ലിങ്സിനെയും പോയി കൊണ്ടുവരും. ഫാദറിന്റെ ഫോട്ടോ അയക്കാം ഞാൻ, എന്റെ ഫാദറിന്റെ ജെയ്ക്സിന്റെ ആന്റി നന്നായിട്ട് പാടും. ആ പാട്ട് ആണ് ഇങ്ങോട്ടേക്ക് വെറുതെ 2 വരിയൊക്കെ പാടാനേ അറിയത്തുള്ളൂ. 2 വരി പാടല്ലേ? പാടമ്മേ. വേർഡ്സ് ഒന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ 2 വരി പാടുന്നതിന് അയ്യോ പറയുന്ന പാടും. ഷമ്മിക്ക് നല്ല ട്യൂൺ ഉണ്ട്, ശമ്പലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇൻബോൺ ആണ്. അവിടെ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നല്ലോ പിള്ളേർ. ഇപ്പോഴൊക്കെ എല്ലാരും ഇങ്ങനെ കയറ്റി വിടുവല്ലോ. എന്തെങ്കിലും കോൺഗ്രസ് കണക്ഷൻ നേരത്തെ ഒരു കളേഴ്സ് ആയിരുന്നു, ഇപ്പൊ മാത്രമേ ഉള്ളൂ. പള്ളിയിലൊക്കെ പോകുമ്പോൾ കോൺഗ്രസ് അനുഭവം നമുക്ക് എല്ലാരും വേണം. അല്ല, ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഞാൻ വെച്ചു ഖദറാന്ന് വിചാരിച്ചു.
അപ്പൊ ഓണമായിട്ടപ്പോ ഇതൊക്കെയാണ് വിശേഷം. ഇനിയിപ്പം സദ്യ കഴിക്കുന്ന സമയമൊക്കെ അതിലോട്ടൊക്കെ പോകുന്നു. ഓക്കെ, പുറത്താണ് അല്ലെ? പിന്നെ എന്റെ ബ്രദറാണ് ആകെയുള്ള ഒരു സിബ്ലിംഗ്. അവനിപ്പോ മെഡിസിൻ കഴിഞ്ഞു, അപ്പം നീറ്റ് എൻട്രൻസ് പാസ്സായി. അപ്പം അവിടെ പോണ്ടിച്ചേരിയിലാണ് 22 വരെ പോണ്ടിച്ചേരിയിലായിരുന്നു. ഇപ്പം ഇവിടെ തൊടുപുഴ സെന്റ് മേരീസിൽ എമർജൻസി മെഡിസിനിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ എന്റെ ഒരു വലിയ ക്രിട്ടിക് ആണ് അവൻ. അവന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് ആദ്യം പോയി സിനിമ കാണുന്നത്, ലോകമൊക്കെ ആദ്യം കണ്ടത്. അതെ. ഈ മ്യൂസിക് സീൻ എന്തെങ്കിലും ഇല്ല ഇല്ല. എൻജോയ് ചെയ്യും, അത്രേ ഉള്ളൂ. പ്ലേലിസ്റ്റ് ഒക്കെ ഞാൻ നല്ല പ്ലേലിസ്റ്റ് ഒക്കെയാണ് അവന്റെ. ഇപ്പം മുൻപ് ഈ വീട്ടില് പഠിപ്പിക്കാനൊക്കെ ജേക്സനെ പഠിപ്പിക്കാനൊക്കെ വരുമ്പോഴത്തേനും അതെന്തുകൊണ്ട് അവനെ, കാരണം എന്റെ വോയിസ് അവന്റെ വോയിസ് കാരണം സിമിലർ ആണ്. അപ്പൊ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല എന്നുള്ള ഇപ്പൊ അത് ഉത്തരം പറഞ്ഞു. ഈ ഹോസ്പിറ്റലില് അവിടെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും ഇപ്പൊ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുമല്ലോ, ആ പാട്ട് നല്ലതായിരുന്നു പറയും എപ്പോഴും അവരോട്. ഞാൻ ലൈക് സിനിമ ഇറങ്ങുമ്പോ അവരൊന്ന് പറയും പാട്ട് നല്ലതായിരുന്നു, സിനിമ നല്ലതായിരുന്നു എല്ലാം പറയും. അപ്പൊ കേൾക്കുമ്പോ ഭയങ്കര പ്രൗഡ് അല്ലേ? എനിക്കിപ്പോ അവന് എന്റെ ഒരു ഫ്രണ്ട് പോലെയൊക്കെ തന്നെയാണ്. ഞാൻ കുറെ കാര്യങ്ങൾ അവനോട് ഡിസ്കസ് ചെയ്യും, കരിയർ ഡിസിഷൻസ് ആയാലും നമ്മുടെ ഭാവി ഡിസ്കഷൻസ് ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു അവനിപ്പോ ഈ പ്രായത്തിലായി അവനിപ്പോ അത് ഭയങ്കര ഇൻവോൾവ് ആണ് ഇപ്പൊ. നമുക്കിനി കുടുംബ വിശേഷത്തിലേക്ക് ഓക്കെ. കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഓക്കെ, അപ്പൊ ഇതാണ് ഫാമിലി. ഇതാണ് എന്റെ ഫാമിലി. ഓക്കെ, വൈഫ് അന്ന, മൂത്ത മോള് നോറ, റോസ്. ഏതുവരെയായി ഓണം? ഏതുവരെന്ന് വെച്ചാൽ ഇതിപ്പം ഓണ ദിവസമാണ്. ഓണം ആൻഡ് ക്രിസ്മസ് എനിക്ക് രണ്ട് ഫേവറേറ്റ്. എന്റെ എന്താ ഇയറിലെ ഏറ്റവും ഓണത്തിന്റെ ആദ്യം തന്നെ ഞാൻ ആ സമയത്ത് എന്തെങ്കിലും റിലീസ് കാണും. അപ്പൊ ആ റിലീസ് കഴിഞ്ഞിട്ട് മിക്കവാറും സ്റ്റുഡിയോയിലുള്ള ആൾക്കാരെല്ലാരും കൂടി ഞങ്ങൾ ഒരു സദ്യ പോകും, പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷന് ഞങ്ങള് സാധാരണഗതിയിൽ എവിടെയെങ്കിലും പോയി. ഇപ്പൊ ഞങ്ങൾ വാഗമണിൽ 2 ദിവസം പോയി. തൊട്ടടുത്താണ്. ലോങ് ട്രിപ്പ് ഒന്നും പോകാനുള്ള സമയമില്ല, കാരണം അടുത്ത പടത്തിന്റെ ടീസറോ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ എന്നാലും എന്റെ കുട്ടിക്കാലത്തെ ഓണത്തിന്റെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് ഈ ഓണപ്പാട്ടുകളും പൂക്കളം റെഡിയാക്കുന്നതും, പിന്നെ കസിൻസ് ഒക്കെ അല്ലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സദ്യ കഴിക്കുന്നു, പിന്നെ ദാ മാവേലി കുമ്പത്ത് എന്ന് പറഞ്ഞ പാട്ടിന്റെ CD കേൾക്കുന്നത് അന്നത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നേരത്തെ തന്നെ ആ സീസണിലോട്ടൊന്ന് ഇന്നാകാൻ വേണ്ടി അത് തന്നെ ഒത്തിരി എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമായിരുന്നു. ബട്ട് ജനറലി നമ്മുടെ കേരളത്തിന്റെ ഒരു തനതായ ഫെസ്റ്റിവൽ, നമ്മുടെ സ്വന്തം ഫെസ്റ്റിവൽ, അതിന് കൂടുതൽ എപ്പോഴും ഓണത്തിന്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആ സീസണിൽ എന്തെങ്കിലും ഒരു പാട്ട് ഹിറ്റാകും. ഈ വർഷം ബിബിന്റെ ഒരു പാട്ട്, നമ്മുടെ സാഹസം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് നല്ല ഹിറ്റാണ്. അപ്പൊ അത് കൂട്ടി ആൾക്കാർ ആഘോഷിക്കുന്നു. മുൻ വർഷങ്ങളിലെ പാട്ടുകൾ കൂട്ടി. ഇറ്റ്സ് എ ടൈം ഫോർ സെലിബ്രേഷൻ, ടൈം ഫോർ വൺനെസ്. അപ്പം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമയം എങ്ങനെയാണ് ഇപ്പം ഈ ഭയങ്കര ഒട്ടും സമയം കാണില്ലല്ലോ ജീവിതത്തിൽ മാറ്റി വെക്കാനായിട്ട്, സന്തോഷിക്കാൻ, സ്വന്തമായിട്ട് സന്തോഷിക്കാനൊക്കെ സമയമുള്ളത് എനിക്ക്. കാരണം ഞാൻ ഇപ്പം നമ്മുടെ ഇന്റർവ്യൂവിന് മുൻപായിട്ട് നമ്മൾ നോക്കി പഠിച്ചു വെക്കുമല്ലോ വരുന്ന ആളിനെ കുറിച്ച്. അങ്ങനെ നോക്കുമ്പോൾ 2022 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 16 സിനിമയോ 17 സിനിമയോ കൊണ്ട് ചെയ്തിട്ടുണ്ട്. മാസത്തിൽ ഒരു സിനിമയാണെങ്കിൽ പോലും 12 എണ്ണേ വരത്തുള്ളൂ. 2022 വളരെ ദുഷ്കരമായ വർഷങ്ങളാണ്. അപ്പം ഈ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്? ഒരു ഇങ്ങനെ വന്ന് അപ്പൊ വീട്ടുകാരെ സംബന്ധിച്ച് ഭയങ്കര പാടായിരിക്കില്ല. ആളിനെ കിട്ടാറുണ്ടോ? എന്നാലും സമയം കണ്ടെത്താറുണ്ട്. എനിക്ക് വൈകുന്നേരം വന്ന് പിള്ളേരുടെ കൂടെ കുറച്ച് അലവില കൂട്ടിയിലേക്ക് പ്രശ്നം. എനിക്ക് അവർ പഠിച്ചോ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ പിറ്റേ ദിവസം അതൊക്കെ റെഡിയാണോ എന്നൊക്കെ ഞാൻ കുറച്ച് OCD ഉള്ള കൂട്ടത്തിൽ.
പക്ഷെ 2022 അന്നേനെ സമ്മതിക്കണം കേട്ടോ, ഭയങ്കര ടാക്സിങ് ആയിട്ടുള്ള വർഷമാണ് അത്. ഒരുപാട് അത് എനിക്ക് CBIയും ജനഗണമനൊക്കെ ഒരു ദിവസം റിലീസ്. പിന്നെ അതിൽ വേറെ ഒരു കാര്യം, 16 ലിസ്റ്റ് വരാൻ ഒരു ഭാഷയിൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത പടം 2-3 ഭാഷകളായിട്ട് അതും അവർ കൂട്ടും ലിസ്റ്റിൽ. അപ്പൊ എസെൻഷ്യലി എനിക്ക് തോന്നുന്നു 12 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അന്ന വലിയ തെറ്റുകേടില്ലാതെ കൂടെ നിന്നുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയത് കേട്ടോ. കാരണം എനിക്ക് ആ സമയത്ത് വരുന്നതെല്ലാം ഞാൻ എടുക്കുകയാണ്. ഇതാണോ ഞാൻ സെറ്റായോ, എനിക്ക് അവസരങ്ങൾ ഇനി വരുമോ എന്നൊക്കെയുള്ള ഒരു ടൈമാണ് ഞാൻ അന്നും. എനിക്കറിയത്തില്ല ഇത് ഗോ വിത്ത് ദ ഫ്ലോ. ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും കരുതി. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ സെലക്റ്റീവിലുപരി, സെലക്റ്റീവ് എന്നുള്ള വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു സിനിമ വൃത്തിയായിട്ട് തീർത്തിട്ട് അടുത്തോട്ട് പോകും. ഇൻ ബിറ്റ്വീൻ സിനിമകൾ പറ്റത്തില്ല. കാരണം എനിക്കും അതിന് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ പ്രഷർ ഹാൻഡ്ലിംഗ് ഉണ്ടല്ലോ, ഈ 2022 എടുത്ത പ്രഷർ ഹാൻഡ്ലിംഗ്, പക്ഷെ അതെന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഏതൊരു ടഫ് സിറ്റുവേഷനിലും ഒരു നിതാന്തമായിട്ട് ഒരു പ്രോജക്ട് തീർക്കാനുള്ള ഒരു ഇതുക്കും മേലെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ ചെറിയ ടൈം എടുത്ത് ചെയ്യുന്നതിലും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് ചെയ്ത മാരേജ് ആയിരുന്നു? ഓക്കെ ഓക്കെ. കുഞ്ഞു മക്കളുടെ വിശേഷങ്ങൾ പറ. 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കുന്നു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്. മോളോ? 2. ഓക്കെ. ഓണമൊക്കെ, ഓണവിശേഷമൊക്കെ എന്താ? ഓണക്കോടിയൊക്കെ മേടിച്ചോ? ഓണക്കോടി ഡ്രസ്സൊക്കെ മേടിച്ചു. പക്ഷെ ഇപ്പം നമ്മൾ ഈ സ്ഥിരമായിട്ടൊക്കെ തോന്നുമ്പോ ഒക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ട് ഓണക്കോടി അങ്ങനെ ഒരു ഓണക്കോടി ഇവരുടെ ഓണ ഡ്രസ്സൊക്കെ അന്ന തയ്പ്പിക്കും. എനിക്കാണെങ്കിൽ മുണ്ട് കൊടുക്കും, അന്നയ്ക്കുള്ള എന്ത് ഡ്രസ്സ് എടുക്കും. ഞങ്ങൾക്ക് ഇപ്പൊ 2-3 ഫംഗ്ഷൻസ് ഉണ്ട് ഇന്ന് ഇപ്പൊ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ അത് എന്നോട് ഗ്രാൻഡ് മദറിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നാളെ എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓണ ടൈമിൽ എല്ലാരും എൻഗേജ്ഡ് ആണ്. നമുക്ക് കുഞ്ഞുമോളുടെ ഒരു പാട്ട് കേട്ടാലോ? കുഞ്ഞു ആക്ച്വലി സിനിമയിലൊക്കെ പാടിയിട്ടുള്ള ആളാണ് അല്ലേ? അവള് ഗ്രൂപ്പിന്റെ കൂടെ അവളെ എൻകറേജ് ചെയ്യാൻ കൂടെ ഞാൻ നമ്മുടെ തുടരുമിലെ പാട്ട് നോറയും പാടിയിട്ടുണ്ട്. ചെമ്പഴുക്ക എന്ന് പറയുന്ന പോർഷന്റെ ആയാലോ? ചെമ്പഴുക്ക പാടിയാലോ? അമ്പലം കൂട്ടുന്നതാര് ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പു കൂടയ്ക്കാനതാര് അങ്ങോട്ടേ ഇങ്ങോട്ടേ കുത്തി കുത്തൊരു വാന തൂവരിക്കും ജാതിവിന് മാമല ഞാൻ കണ്ടേ എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. മതി. എംജണന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുമല്ലോ. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെഷൻ ആയിരുന്നു കേട്ടോ. പുള്ളി ഈ കോറസ് ഗ്രൂപ്പിനെ കണ്ടിട്ട് അവരെ ജേക്സിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം ലാലേട്ടന്റെ പടത്തില് ലാലേട്ടന് MG ശ്രീകുമാർ ശബ്ദങ്ങൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ? അയ്യോ, ഒന്നും പറയാനുണ്ടോ? പറയുമ്പോ തന്നെ ഒരു ഗൂസ്ബംസ് അറിയാതെ അത് നിസ്സംശയം പറയാം. ഞാനത് പിന്നീടാണ് ആലോചിച്ചത്. ഈ പാട്ട് ഇറങ്ങി തുടരുമ്പോൾ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എനിക്ക് എന്ന് വെച്ചാൽ ഇനിഷ്യൽ മാർക്കറ്റിംഗ് ടൈമില് ഈ കൺമണിപ്പൂവെ ഇറങ്ങി ഇൻസ്റ്റന്റ് ഹിറ്റാണ്. അതിൽ എംജിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മുടെയൊക്കെ സബ് കോൺഷ്യസിൽ ആ വോയിസ്, ആ കണക്ഷൻ കിടപ്പുണ്ട്. ഞാൻ പിന്നീട് അത് മനസ്സിലാക്കിയത്, അയ്യോ ഇവരൊക്കെ ഇനി യൂസ് ചെയ്യണം. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ദാസാറും എംജിനും ചിത്രമ്മയും ഒക്കെ പാടുന്ന കേട്ടിട്ട് ചേച്ചി. അപ്പൊ ഇവരുടെ വോയിസ് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എവിടേക്കോ എന്തൊക്കെയോ ഒരു കണക്ഷൻ. ഇവരൊന്നും പാട്ട് കേൾക്കാത്ത ഒരു ദിവസം ഇല്ല മലയാളികൾക്ക്. ഇപ്പം ഒരു മൂവി ഫാമിലിയില് അങ്ങനെയാണോ? അങ്ങനെ റിലേഷൻ ഉണ്ട്? അങ്ങനെയല്ല, പക്ഷെ ഫാമിലിയിലേക്ക് വരുമ്പോ ഇങ്ങനെ ഈ ഇത്രയും തിരക്കുള്ള ഒരാളിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഈസിയാണോ? എനിക്കങ്ങനെ കിട്ടാതെ അങ്ങനെ വന്നിട്ടില്ല. എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ ഫാമിലി മൊമെന്റില് പാട്ട്, സംഗീതത്തിന് എത്രത്തോളാണ് പ്രാധാന്യം? എപ്പോഴും പാട്ടാണ്. ഇത് നിങ്ങൾക്കും പാട്ടാണ്. ഇവർക്ക് ഇവരുടേതായ പ്ലേലിസ്റ്റ് ഇഷ്ടങ്ങളുണ്ട്. അന്നം മൂളി റേഡിയോ ആണ്. ഓണമാണല്ലോ. ഓണം എന്ന് പറയുമ്പോ മെയിൻ സദ്യയാണ് അല്ലേ? ബാക്കിയെല്ലാം വിശേഷങ്ങളും മെയിൻ സദ്യ. എന്താ ജേക്സേട്ടന്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ? ജേക്സിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചോറ്, മീൻകറി, ഉപ്പേരി. ഓണത്തിന് മീൻകറി വിളമ്പില്ല. പക്ഷെ ഉണ്ട് ജേക്സേട്ടൻ, നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ മീനും ചിക്കനും ഉള്ളത് അവർക്ക് സദ്യ ഇല്ലെന്നേ. ഇവിടെ എങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഓണത്തിന് മീൻകറി
ഇല്ല, ഉണ്ടാക്കില്ല. ഓണത്തിന് പച്ചക്കറികൾ ഈ പറഞ്ഞ എനിക്ക് പച്ചക്കറി ആണെങ്കിലും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. പിന്നെ ഇത് ഇഷ്ടമാണ്, മാമ്പഴ പുളിശ്ശേരി, അതൊക്കെ ഇഷ്ടമാണ്. Okay. ഇഞ്ചിക്കറി, പുളിയിഞ്ചി കുക്ക് ചെയ്യോ നന്നായിട്ട് അതോ? ഒരുമാതിരി കുക്ക് ചെയ്യും. പിന്നെ എന്താന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നിന്ന് അന്നയുടെ ഫാദർ ഈ പച്ചക്കറി എല്ലാം കൊടുത്തു വിടും. ജൈവ പച്ചക്കറി. ജൈവ പച്ചക്കറി. അപ്പൊ എനിക്ക് എന്റെ ഉച്ചക്കത്തെ ലഞ്ച് അതാണ്, ഈ പച്ചക്കറി എല്ലാം കൂടെ കുറച്ച് ചോറ് എടുത്തിട്ട് അതാണ് നമ്മുടെ ഒരു ഗോ ടു. ഈ കോട്ടയംകാരൊക്കെ പൊതുവെ കർഷകരാണ്, അപ്പം ഇവിടെ കൃഷിയൊക്കെ ഇവിടെ അപ്പായ അമ്മയും അത്ര വീട്ടിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ അന്നയുടെ ഫാദർ ഭയങ്കര വിപുലമായ പച്ചക്കറി കൃഷിയുണ്ട്. കർഷക കുടുംബം. അവര് ബിസിനസ് ആണ്. പക്ഷെ പുള്ളിക്ക് ചോറടക്കം ആക്ച്വലി ഞങ്ങക്ക് അവിടെ നെല്ലടക്കം നെല്ല് കൊടുത്തു വിടും. എനിക്ക് അത് നല്ല അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ ഓണത്തിന് ഞങ്ങൾ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സദ്യ ഗ്രാൻഡിലെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഗസ്റ്റുകളൊക്കെ വിളിക്കുമ്പോൾ അവരുടെ ഇപ്പൊ അന്നയുടെ ഗ്രാൻഡ് മദറിന്റെ അവിടെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബട്ട് സദ്യ ഉണ്ടെന്ന ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ലാസ്റ്റ് ഒരു പായസവും. നിങ്ങൾ ഫാമിലി ആയിട്ട് ഒത്തിരി ട്രാവൽ ചെയ്യാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ട്രാവൽ ഒരു 1 day 2 day അത്രേ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ ഞങ്ങള് ക്രിസ്മസിന് ഒരു പുറത്തൊക്കെ പോയായിരുന്നു. ബട്ട് വി ആർ പ്ലാനിങ് മോർ ഓഫൺ. ഇപ്പൊ പിള്ളേർ വലുതായതുകൊണ്ട് ഒരു ഇപ്പൊ അടുത്ത് ഉടനെ തന്നെ എങ്ങോട്ടെങ്കിലൊക്കെ ഞാൻ അതാ പറയാം, ടൈറ്റ് ഷെഡ്യൂൾസ് ആയതുകൊണ്ടേ പലപ്പോഴും നമ്മൾ അതൊക്കെ ത്യജിക്കുകയാണ്. ബിക്കോസ് ഡെഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ ഐ തിങ്ക് ഈ മെമ്മറീസ് അല്ല ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു എഫേർട്ട് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇനി എന്താണ് സേതുവിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെക്കാളും തിരക്കുള്ള ആളാണ് ഈ പറയുന്നത്. എത്ര 4 മണിക്ക് സ്റ്റുഡിയോ ചെല്ലുമെന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഹലോ മലയാളം മോർണിംഗ് ഷോ ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഓണപരിപാടിയൊക്കെ? ഇത് പ്രേക്ഷകർക്കൊപ്പമാണ് ഓണം. എല്ലാത്ത ജോലിക്ക് കയറിയ അന്ന് മുതൽ തന്നെ പ്രേക്ഷകർക്കൊപ്പമാണ് ഓണം. ഇക്കാലം ഒക്കെ നമ്മുടെ ജോലിയാണ് ഇതിലെല്ലാം പ്രയോറിറ്റി. ഇപ്പം ഓണത്തിന് റിലീസ് ഉണ്ടെങ്കിൽ പിന്നെ ഓണമില്ല, ഒന്നുമില്ല. അങ്ങനെയാണ്. സോ ഞാൻ അങ്ങനെ ടൈം ചെയ്യാൻ നോക്കാറുണ്ട്. ഓണം റിലീസുകൾ നേരത്തെ ആണെങ്കിൽ ലോകം നേരത്തെ റിലീസ് ചെയ്തുകൊണ്ട് ഓണം ഫ്രീ ആയി കിട്ടി. അതെ അതെ, ഓക്കെ. അപ്പം ഈ ഓണക്കാലം അടിപൊളിയാവട്ടെ. ഈ വർഷം ഇതുവരെ പൊളിയായിരുന്നു, ഇനി അങ്ങോട്ട് പൊപ്പൊളിയാവട്ടെ. ശരി, അപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല അല്ലെ, പൊപ്പൊളി ആവണമെന്ന് ഞാൻ പറഞ്ഞു. അടിപൊളിയായിട്ട് പോകണമെന്ന്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ന്യൂസ് മലയാളം പ്രേക്ഷകർക്കും ഓണാശംസകൾ.